ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. നീർ ദോശ അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ദോശ എന്നൊക്കെ പറയും. വളരെ തിന്നായിട്ടുള്ളൊരു ദോശയാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പേപ്പർ ദോശ എന്ന് പറയുന്നത്. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രാഹ്മൺസിൻ്റെ അപ്പം ഇടിയപ്പം പൊടിയാണ്. പല പൊടികൾ ഉപയോഗിച്ചതിലും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ബ്രാഹ്മൺസിൻ്റെ അരിപ്പൊടിയാണ്. ഇനി ഞാൻ പറയുന്നത് 250 ml കപ്പിൻ്റെ അളവാണ്. ആ കപ്പിൽ ഞാനിപ്പം 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ അടുത്ത് അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പച്ചരിയില്ലേ, അതൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ക്യൂമിൻ സീഡ്, അതായത് നല്ല ജീരകം. ഇത് വേണ്ടാന്നുള്ളവർക്ക് ചേർക്കണ്ട കേട്ടോ. പിന്നെ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം സവാളയാണ്. അതും വേണ്ടാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. ഇതെല്ലാം ചേർക്കുമ്പോഴാണ് ഒരു കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയും നമ്മുടെ അരിപ്പൊടിയില്ലേ, അത് മാത്രമായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പം ഞാനത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം ചേർത്താണിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ല മോരും വെള്ളം പോലെ നീട്ടിയെടുക്കണം. ഇപ്പം ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാവിനൊക്കെ ഉപ്പ് വേണമല്ലോ, അപ്പം നമുക്കിനി സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആ 250 ml കപ്പിൽ സെയിം അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക നമ്മുടെ കൺസിസ്റ്റൻസി ശരിയായോന്ന്. ഇപ്പോഴും നമ്മുടെ മാവ് കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഇനിയും ഒരു സ്വല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്നും കൂടെ ഇളക്കി നോക്കാം കറക്റ്റായോന്ന്. ഇപ്പം നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. കണ്ട് ഇതുപോലെ ഇരിക്കണം, നല്ല മോരുവെള്ളം പോലെ വേണം അതിരിക്കാനായിട്ട്. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പിൽ വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. നല്ലതായിട്ട് ദോശക്കല്ല് ചൂടായി വരുമ്പോൾ വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് അതിൽ ഹോൾസ് പോലെ വരികയുള്ളൂ. ഇപ്പം കല്ല് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഒഴിച്ചു ഉടഞ്ഞാൽ തന്നെ ഹോൾസ് പോലെ വരുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് കറക്റ്റ് നമുക്ക് നീർദോശയാകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ തീ മാത്രമാണ് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒഴിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയത്തിലോട്ട് തീ കുറച്ച് വയ്ക്കുക. എന്നിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഇതുപോലെ വേവിക്കുക. നമ്മൾ ഈ ദോശ തിരിച്ചെടുത്തില്ല, അതുകൊണ്ടാണ് മൂടി വെച്ച് വേവിക്കുന്നത്. കഴിഞ്ഞു. ഇനി നമുക്കിത് മടക്കി ഇതുപോലെ എടുക്കാം. അങ്ങനെ നമ്മുടെ നീർദോശ റെഡി ആയിരിക്കുകയാണ്. ഇനിയും ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് ഈ നീർദോശ അറിയില്ലായിരുന്നു. ഞങ്ങളുടെ ഒന്നും സ്ഥലത്തോട്ട് നീർദോശ ഇല്ലായിരുന്നു. ഒരു ദിവസം ഒരു ഫ്രണ്ടാണ് ഇതുപോലെ ടിഫിൻ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ചോദിച്ചത് എന്ത് ദോശയാണെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത്. താങ്ക് യു വിൻസി ഫോർ ഷെയറിങ് ദിസ് റെസിപ്പി. അതുപോലെ തന്നെ ഈ ദോശ റെഡിയായി കഴിയുമ്പോൾ സൈഡിൽ നിന്ന് തന്നെ ഇളകി വരും. അതുപോലെ തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തക്കാളി ചട്നി, അതുപോലെ തന്നെ തേങ്ങാ ചട്നി, കടലക്കറി, ഇതൊക്കെ ഇതിൻ്റെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിത് പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.